ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ചൈനീസ് നാഗരികതയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ചൈനീസ് ലെഗസി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കിടക്കാം. ചൈനീസ് ലെഗസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈനയുടെ അക്കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ, മേജർ ആർട്ട്, ആർക്കിടെക്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ചൈനീസ് ലെഗസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചൈനയുടെ ആർട്ടിനെ കുറിച്ച്, വിവിധ കാലഘട്ടങ്ങളിൽ ചൈനയുടെ ആർട്ട് വർക്കുകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. അപ്പം ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം ശവകുടീരങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ടോംബ് നിർമ്മിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രാധാന്യമുള്ള കാര്യമായിരുന്നില്ല. അതിന് പകരം അവർ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണാനന്തരം ജീവിക്കാൻ വേണ്ടുന്ന ലക്ഷൂറിയസ് ലൈഫ്, അതല്ലെങ്കിൽ അടുത്തൊരു ജന്മത്തിൽ അവർക്ക് ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആ ഒരു ഏരിയയിൽ നിക്ഷേപിക്കാൻ പറ്റും അത് നിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അവർ കത്തിക്കുന്നതിൻ്റെ കൂടെ, ഈ ശവം കത്തിക്കുന്നതിനോട് കൂടെ, ഹ്യൂമൻ ബോഡി കത്തിക്കുന്നതിന് കൂടെ തന്നെ വെപ്പൺസ്, അതുപോലെ തന്നെ ജേഡ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ബ്രോൺസ് ഒബ്ജക്ട്സ്, റിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വെസൽസ്, പിന്നെ ഒരുപാട് ആർക്കിടെക്ചർ ഫിഗേഴ്സ്, ഇതൊക്കെയാണ് അവർ ആ ഒരു ബോഡിയുടെ കത്തിക്കുന്നതിൻ്റെ കൂടെ അവർ വെച്ചിരുന്നത്. അപ്പോൾ അടുത്തൊരു ജന്മത്തിൽ കൂടുതൽ ലക്ഷറി ആയിട്ട് എങ്ങനെ ജീവിക്കുക എന്നതിനെ പറ്റിയിട്ടാണ് ചൈനീസ് ഒരു രീതിയിൽ ചിന്തിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് അവർ കൂടുതലായിട്ടും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചൈനയുടെ ഒരു നിയോലത്തിക് കാലഘട്ടം, നിയോലത്തിക് പീപ്പിള് കൂടുതലായിട്ടും പോട്ടറികൾ നിർമ്മിച്ചിരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. പോട്ടറി മേക്കേഴ്സ്, അവരൊരു പോട്ടറി മേക്കിങ്ങിൽ എക്സ്പേർട്സ് ആയിരുന്നു ചൈനീസ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട്, വളരെ കോമൺ ആയിട്ട് കാണുന്ന പോട്ടറി എന്ന് പറയുന്നത് ഗ്രേ കളർ പോട്ടറി ആയിരിക്കും. ഗ്രേ കളർ പോട്ടറി, മറ്റ് കളേഴ്സും ഉണ്ട്, എന്നാലും ഗ്രേ കളർ പോട്ടറി അവിടെ കോമൺ ആയിട്ട് കണ്ടുകിട്ടിയിട്ടുള്ള ഒന്നാണ്. പോട്ടറിയുടെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടറി മേക്കിംഗ് തന്നെ ചൈനയുടെ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെടുത്താൻ സാധിക്കും. ഡാർക്ക് റെഡ് കളറുള്ള പോട്ടറി ഉണ്ട്, ദെൻ നമ്മൾ ഗ്രേ കളറിൽ പറഞ്ഞു, ദെൻ ബ്ലാക്ക് പോട്ടറി ഉണ്ട്. ഈ ബ്ലാക്ക് പോട്ടറി ഉള്ള കൾച്ചറിനെ ബ്ലാക്ക് പോട്ടറി കൾച്ചർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് പോട്ടറി കൾച്ചർ, ബ്ലാക്ക് കളറിൽ പോട്ടേഴ്സ് നിർമ്മിക്കുന്നതിന്. ഈ ഒരു ബ്ലാക്ക് പോട്ടറി കൾച്ചർ കൂടുതലായിട്ടും കാണുന്ന സൈറ്റാണ് ലുങ്ഷാൻ എന്ന് പറയുന്ന സൈറ്റ്. എന്നാണ് ലുങ്ഷാൻ എന്ന് പറയുന്ന സൈറ്റ്. അത് ഷാൻടങ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്ലാക്ക് പോട്ടറി കൾച്ചറുള്ള മറ്റ് സ്ഥലങ്ങളാണ് മഞ്ചൂരിയ, അതുപോലെ തന്നെ ഷാൻടുങ്, നോർത്തേൺ ഹൊനൻ, സദേൺ ഷാൻസി തുടങ്ങിയവയൊക്കെ ഈ കൾച്ചർ ബ്ലാക്ക് പോട്ടറി കൾച്ചറുള്ള സ്ഥലങ്ങളാണ്. ഇനി നിയോളിത്തിക് പീരീഡ് ആകുമ്പോൾ, ലേറ്റ് നിയോളിത്തിക്, ഏർലി നിയോളിത്തിക്കിന്റെ കാര്യം പറഞ്ഞു. ലേറ്റ് നിയോളിത്തിക് പീരീഡ് ആയിരിക്കുമ്പോൾ അവർ ജേഡ് കൊണ്ടുള്ള ഒബ്ജക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. സിൽക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തത് ഷാങ് പീരീഡ് എടുത്ത് നോക്കുമ്പോൾ, ഷാങ് വംശത്തിന്റെ കാലഘട്ടം നോക്കുമ്പോൾ ബ്രോൺസ് ഒബ്ജക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബ്രോൺസ് ഒബ്ജക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, വെപ്പൺസ്, ഇതാണ് കൂടുതലായിട്ടുണ്ടാവും. റിലീജിയസ് ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. ദെൻ വെപ്പൺസ് ഒക്കെ ഈ ബ്രോൺസിന്റെ അവരുണ്ടാക്കിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഷാങ് പീരീഡിൽ വൈൻ നിർമ്മിച്ച് സൂക്ഷിക്കാൻ വേണ്ടുന്ന വൈൻ നിർമ്മാണവും അതിനോട് ബന്ധപ്പെടുന്ന സൂക്ഷിക്കുന്ന വെസൽസും ഉണ്ടാക്കിയിരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഷാങ് പീരീഡിൽ തന്നെ ബ്രോൺസ് പേഴ്സണൽ ജ്വല്ലറികളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓർണമെന്റ്സിന് വേണ്ടിയിട്ടും ബ്രോൺസ് ഒബ്ജക്ട്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇനി അടുത്തത് ചൗ പീരീഡിൽ എന്ന് പറയുമ്പോൾ ഷാങ് പീരീഡിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു. ഷാങ് പീരീഡിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും, പല രീതികളും തന്നെയാണ് ഈ ചൗ പീരീഡിലും നിലനിന്നിട്ടുണ്ടായിരുന്നത്. ചൗ പീരീഡിൽ ഇതിനോട് കൂടെ തന്നെ ഒരുപാട് മോട്ടീവ്സ്, ഷേപ്സ്, അതായത് ഒരുപാട് ഡിഫറെൻറ്റ് പാറ്റേൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോൺസിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസ് വർക്കുകളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസ്റ്റേൺ ചൗ പീരീഡിന്റെ കാലത്ത് കുറച്ചും കൂടെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ്, അതായത് അലങ്കരിക്കുന്ന രീതിയിൽ വന്ന കുറേ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ബ്രോൺസിലൊക്കെ ജേഡ് ഒബ്ജക്ട്സ്, അതിൻ്റെ സ്റ്റൈൽസിലൊക്കെ കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരുന്നു. ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്, അതൊക്കെ ഏതാണ്ട് കോമൺ തന്നെയായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ഡെക്കറേഷൻസ്,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ദെൻ ഹാൻ വംശം, ഹാൻ ഡൈനസ്റ്റിൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഫെസ്റ്റിവൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു ഹാൻ വംശത്തിൽ. ജേഡ് ഒബ്ജക്ട്സിന്റെ ഉപയോഗം കൂടുതൽ കാണാൻ സാധിക്കുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഹാൻ ഡൈനാസ്റ്റിയിൽ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ബ്രോൺസ് മിറർ എന്ന് പറയുന്നത്. ബ്രോൺസ് കൊണ്ടുള്ള ബ്രോൺസ് മിറർ എന്ന് പറയുന്നത് അവരൊരു ലക്ഷറി ഐറ്റം ആയിരുന്നു. ഒരു ലക്ഷറിനെ കാണിക്കുന്ന ഒരു സിമ്പിൾ ആയിരുന്നു ഈ ബ്രോൺസ് കൊണ്ടുള്ള കണ്ണാടി, ബ്രോൺസ് മിറർ എന്ന് പറയുന്നത്. അത് ഹാൻ വംശത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പൊ ഇതാണ് ചൈനീസിന്റെ ഒരു ആർട്ടിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ അവരുടെ ആർട്ട് ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ചൈനീസ് ആർട്ടിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ചൈനീസ് ആർട്ട് എന്തൊക്കെയാ നോക്കുമ്പോൾ നമുക്കറിയാം, ഈസ്റ്റേൺ ചൗ പീരീഡിന്റെ കാലഘട്ടത്തിൽ എമർജൻസ് ഓഫ് പിക്ടോറിയൽ ആർട്ട് എന്നുള്ളത് അവരൊരു ഫീച്ചറായിരുന്നു. എമർജൻസ് ഓഫ് പിക്ടോറിയൽ ആർട്ട്, പിക്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ആർട്ട് വർക്കുകൾ അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. 6th century ഒക്കെ ആകുമ്പോഴേക്കും ബ്രോൺസിലുള്ള പിക്ടോറിയൽ വർക്ക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. ഇനി നമുക്ക് അവരുടെ ടെക്നിക്സിന്, ഈ ഒരു ചൈനീസ് ആർട്ടിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സിനെ 3 സ്റ്റൈലുകളായിട്ട് തരംതിരിക്കാം. 3 മേജർ സ്റ്റൈൽസ് ഉണ്ട് അവരുപയോഗിക്കുന്ന ടെക്നിക്സ്. അതിലൊന്നെന്ന് പറഞ്ഞാൽ കോപ്പർ ഇമേജസും അതുപോലെ തന്നെ പോരാട്ട രംഗങ്ങൾ, കോമ്പാറ്റ് സീൻസ്, ഒരുപാട് പോരാട്ട രംഗങ്ങളൊക്കെ ഒരു റെക്ടാങ്കുലർ ഫ്രെയിമിലാക്കിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണുള്ളത്. കോപ്പർ ഇമേജസും യുദ്ധരംഗങ്ങളും ഒക്കെ, കോപ്പർ കൊണ്ടുള്ള ഇമേജസും യുദ്ധരംഗങ്ങളും ഒക്കെ ഒരു റെക്ടാങ്കുലർ ഫ്രെയിമിലാക്കിയിട്ട് ഒരു സീരീസ് ആയിട്ട് റെക്ടാങ്കുലർ ഫ്രെയിമിൽ ഇങ്ങനെ ഒന്നിന് ശേഷം ഒന്ന് എന്നുള്ള സീരീസ് ആയിട്ട് കാണിക്കുന്ന ഒരു രീതി അവരുടെ ആർട്ട് വർക്കായിരുന്നു. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം പറഞ്ഞതിൽ ഉള്ളത് തന്നെ, പക്ഷെ അത്ര തന്നെ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല അടുത്തൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത്ര തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അവതരണ രീതിയായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഇമേജസ് ഇങ്ങനെ ഒന്നിനു മീതെ ഒന്ന് അങ്ങനെയായിട്ടുള്ള ഒരു പാരലലായിട്ട് ഒന്നിനു മീതെ ഒന്ന് അതിൻ്റെ മീതെ ഒന്ന്, അങ്ങനെ ക്ലാരിറ്റി ഓഫ് ഇമേജസ് എന്ന് പറയുന്നത്, ഇമേജസിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു പിക്ചേഴ്സിന്റെ റെപ്രസെന്റേഷനിൽ അവർ ആനിമൽസ്, ബേർഡ്സ്, ഫൈറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ജംബ്ഡ് ആയിട്ടൊരു ഒന്നിന്റെ മീതെ ഒന്ന് എന്നുള്ള രീതിയിലേക്ക് ഒരു ജംബ്ഡ് ആയിട്ടുള്ള ഒരു അറേ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആക്ടിവിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആർട്ടാണ്. സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ അവർ വരയ്ക്കുന്ന ഒരു ആർട്ട് രീതിയാണ് ഉള്ളത്. അപ്പൊ ഇതാണ് ചൈനീസ് ആർട്ടിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചൈനയുടെ ആർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് ബുദ്ധിസ്റ്റ് ആർട്ട് എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് ആർട്ടിന്റെ വലിയൊരു ഇൻഫ്ലുവൻസും അതിൻ്റെ ഒരു മൊത്തത്തിൽ അതിൻ്റെ ഒരു മയം ചൈനയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. മ്യൂസിക്കിലായിക്കോട്ടെ, ഇൻസ്ട്രുമെന്റ്സിലായിക്കോട്ടെ ഒക്കെ ബുദ്ധിസ്റ്റ് ആർട്ടിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ ബുദ്ധിസ്റ്റ് ആർട്ടിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ബുദ്ധിസ്റ്റ് ആർട്ടിൻ ഹെലനിക് സ്റ്റൈലാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഹെലനിസ്റ്റിക് സ്റ്റൈലാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഹെലനിസ്റ്റിക് ബുദ്ധിസ്റ്റ് സ്റ്റൈലാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഹെലനിസ്റ്റിക് ബുദ്ധിസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലെ ഒരു യൂറോപ്യൻ കൾച്ചറിനെ ഫോളോ ചെയ്യുന്നത്, ഗ്രീക്കിന്റെ പല കൾച്ചറിനെയും ഫോളോ ചെയ്തുകൊണ്ടുള്ള ആർട്ടാണ് ഹെലനിസ്റ്റിക് ബുദ്ധിസ്റ്റ് കൾച്ചർ ആർട്ട് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധന്റെ പൊസിഷൻ, ബുദ്ധന്റെ ഹെയർ, ഇങ്ങനത്തെ ഈ ഹെലനിസ്റ്റിക് കൾച്ചറിലുള്ള ബുദ്ധിസ്റ്റ് ആർട്ട് എന്ന് പറയുമ്പോൾ അതിന് ബുദ്ധൻ കുറച്ചും കൂടി ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഈ മുടിയിലൊക്കെ ചുറ്റിലിന് ഒക്കെ ഭംഗി, അവരുടെ വർക്കിനുള്ള ഒരു വ്യത്യാസമാണ് പറയുന്നത്. ഈ ഒരു മീതൊരു ഷോള് പോലിടുമ്പോൾ അതിന്റെ ഞൊറിയൊക്കെ വളരെ കൃത്യമായിട്ട് എടുത്തിട്ട് പൊസിഷനിലുള്ള വ്യത്യാസം, അങ്ങനെ ഹെലനിസ്റ്റിക് ബുദ്ധിസ്റ്റ് ആർട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധന്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഒരു യൂറോപ്യൻ ആർട്ടിന്റെ ഒരു കടന്നുകയറ്റം അത് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഹെലനിസ്റ്റിക് ബുദ്ധിസ്റ്റ് ആർട്ട് ഓഫ് ഗാന്ധാര എന്നാണ് പറയുക. ആ ഒരു ഇൻഫ്ലുവൻസിലാണ് ചൈനയിലും മേജർ ബുദ്ധിസ്റ്റ് ആർട്ടുകളെല്ലാം വന്നിട്ടുള്ളത്. ഇനി അതിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഡാൻസിങ് ഗേൾസ്, ഹോഴ്സസിന്റെ ചിത്രങ്ങൾ, ക്യാമൽസ്, മറ്റ് ഫിഗേഴ്സ്, പോട്രിയിൽ ഇങ്ങനത്തെ ഫിഗേഴ്സുകളൊക്കെ അവർ വരച്ചിരുന്നു. അതൊക്കെ അന്നത്തെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. ദെൻ ചൈനയുടെ ആർട്ടിലെ പ്രധാനപ്പെട്ട മറ്റൊരിതാണ് പെയിന്റിങ് എന്ന് പറയുന്നത്. ചൈനയുടെ പെയിന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇയർലി പീരീഡ് അല്ലെങ്കിൽ ഏൻഷ്യന്റ് പീരീഡിലൊക്കെ ഉണ്ടായ ചൈനയിൽ പെയിന്റിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ എവിഡൻസസ് ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും കാണാതെയായി എന്നാണ് പറയുന്നത്. അപ്പൊ പല ചൈനീസ് പെയിന്റിങ്സും ഏൻഷ്യന്റ് പീരീഡിലുള്ള പ്രാചീന കാലഘട്ടത്തിലുള്ള പല ചൈനയുടെ പെയിന്റിങ്സും കാണാതെയായി എന്നൊരു
ഇതാണുള്ളത്. പക്ഷെ പല ഹിസ്റ്റോറിയൻസും അന്ന് അവിടെ പെയിന്റിങ്സ് ഉണ്ടായിരുന്നു, അത് എങ്ങനെയോ മിസ്സായി പോയതാണെന്നുള്ള അഭിപ്രായമാണ് മുന്നോട്ട് വെക്കുന്നത്. ചൈനയുടെ കിട്ടുന്നത് ഒരു ഹാൻ വംശം മുതൽക്കുള്ളതാണ്. ഹാൻ ഡൈനസ്റ്റിയുടെ മുതൽക്കാണ് പെയിന്റിങ്ങിന്റെ എവിഡൻസസ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഹാൻ വംശത്തിൽ ടോംബ് പെയിന്റിങ്സ് ആണ് കൂടുതൽ, ശവങ്ങളുടെ കല്ലറകളുടെ മേലേക്കുള്ള പെയിന്റിങ്സ് ആണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അതിൽ അവർ കൂടുതലായിട്ടും ഹ്യൂമൻ ഫിഗേഴ്സും നാച്ചുറൽ ലാൻഡ്സ്കേപ്സ്, മനുഷ്യന്റെ ഫിഗറും അതുപോലെ തന്നെ പ്രകൃതിനെയൊക്കെയാണ് കൂടുതലായിട്ടും വരച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുക. ദെൻ കൺഫ്യൂഷ്യസിന്റെ ഒരു വരവോട് കൂടിയിട്ടാണ് പുതിയ രീതിയിലുള്ള പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ എന്നാലും അവരുടെ പെയിന്റിങ്സിൽ കോമൺ ആയിട്ടുള്ളത് ലാൻഡ്സ്കേപ്സ്, പ്രകൃതിയും മനുഷ്യനും തന്നെയായിരുന്നു കൂടുതലായിട്ട് അവർ വരച്ചിട്ടുണ്ടായിരുന്നു. ഇനി വരയ്ക്കാൻ വേണ്ടി പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് അവർ ബ്രഷസ് ഉപയോഗിച്ചിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള മഷി ഉണ്ടായിരുന്നു, വാട്ടർ കളേഴ്സ് ഉപയോഗിച്ചിരുന്നു. വാട്ടർ കളേഴ്സ് ഉപയോഗിച്ചുള്ള വരകളൊക്കെ അവർക്ക് കാണാൻ സാധിക്കും. ഇനി ചൈനീസിന്റെ പെയിന്റിംഗ് എന്ന് പറയുന്നത് അതിന്റെ പീക്കിലെത്തുന്നത്, ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ചൈനയുടെ പെയിന്റിംഗ് എത്തുന്നത് സോങ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ്. സോങ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് പെയിന്റിംഗ് അറ്റ് പീക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ചൈനീസ് പെയിന്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ദെൻ കാലിഗ്രഫിനെ കുറിച്ച് പറയാം. കാലിഗ്രഫിനെ കുറിച്ച് പറയുമ്പോൾ സെക്യുലർ ആയിട്ടുള്ള പെയിന്റിങ് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ജനതയായിരുന്നു അന്നത്തെ കാലത്തെ ചൈന എന്ന് പറയുന്നത്. ഒരു 400 CE ഒക്കെ ആയപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇതാണ് കു കൈ ഷി എന്ന് പറയുന്നത്. KUKICHIH, കു കൈ ഷിഹ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ചൈനീസ് പെയിന്റിങ്ങിന്റെ ഒരു ഗ്രേറ്റ് ഫിഗർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഗ്രേറ്റ് ഫിഗർ ആണ് കു കൈ ഷി എന്ന് പറയുന്നത്, അറിയപ്പെടുന്ന ഒരു ഗ്രേറ്റ് കാലിഗ്രഫി അല്ലെങ്കിൽ ഗ്രേറ്റ് ഫിഗർ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരു പ്രധാനപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു കു കൈ ഷി എന്ന് പറയുന്നത്. ഇതാണ് ചൈനയുടെ ആർട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ചൈനയുടെ പെയിന്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ബുദ്ധിസ്റ്റ് ആർട്ട് ഇൻഫ്ലുവൻസ് പറഞ്ഞു, വിവിധങ്ങളായിട്ടുള്ള വംശങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് വന്ന രീതി, ആർട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ചൈനയുടെ ആർക്കിടെക്ചറിനെ കുറിച്ചാണ്. ചൈനീസ് ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാം. ചൈനീസ് ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ സിറ്റീസ് ഒക്കെ എന്ന് പറയുമ്പോൾ വേൾഡ് ടൗൺസ് ആൻഡ് സിറ്റീസ് ആണ് അവർക്ക് പ്രധാനമായിട്ട് ഉള്ളത്. ചൈനയിൽ മതിൽ കെട്ടി സംരക്ഷിക്കുന്ന ടൗൺസ് ആൻഡ് സിറ്റീസ് ആണ് ഉള്ളത്. ഈ സിറ്റീസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഒരു ഡിവൈഡ് ചെയ്യാം. അതിനു മുമ്പ് സിറ്റീസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രിഡ് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടാണ് ടൗൺസും സിറ്റീസ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രിഡ് സിസ്റ്റത്തിന്റെ മാതൃകയിലാണ്. ഇനി ഈ സിറ്റീസിനെ നമുക്ക് വിവിധ സെക്ഷനുകൾ അഥവാ വാർഡ്സ് ആയിട്ട് തിരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം മതിൽ കെട്ടി സംരക്ഷിച്ചിരുന്നു. ഇതിൽ ഗവൺമെന്റ് ഓഫീസേഴ്സ്, വെൽത്തി പേഴ്സൺസ്, വളരെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ, ഈ അവിടുത്തെ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ആൾക്കാർ, ഇവരൊക്കെ ജീവിച്ചിരുന്നത് ഒരു ഏരിയയിൽ, സാധാരണ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നത് വേറൊരു ഏരിയ. അപ്പൊ ചൈനീസ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? വളരെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഏരിയ, പാവപ്പെട്ടവർക്ക് വേറൊരു ഏരിയ, അങ്ങനെയുള്ള ഒരു സോഷ്യൽ ക്ലാസിഫിക്കേഷൻ അവരുടെ ലിവിങ്ങിലും ഉണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്ന സ്ഥലത്തും ഉണ്ടായിരുന്നു. വെൽത്തിയസ്റ്റ് ക്ലാസ് ഒരു സ്ഥലത്ത്, പൂർ ആയിട്ടുള്ള ആൾക്കാർ വേറൊരു സ്ഥലത്ത്, അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരുന്നു അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ വീട്, അവരുടെ നിർമ്മാണം, അവർ ജീവിക്കുന്ന സ്ഥലം, പ്ലേസ്, ഹോം എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഭൂചലനം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഭൂചലനത്തിന് അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അവരുടെ വീടുകളെല്ലാം അവർ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഭൂചലനത്തിന് മനസ്സിൽ കണ്ടുകൊണ്ടുള്ളൊരു വീട് നിർമ്മാണമാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ചൈനീസിന്റെ ഒരു പൊതുവിലുള്ള അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒരു ജീവിത രീതി പറയുന്നത്. ദെൻ അവരുടെ ആർക്കിടെക്ചറൽ വർക്ക്സിൽ പ്രധാനപ്പെട്ടാണ് ഗ്രേവ്സ് ആൻഡ് ഗ്രേവിയാർഡ്സ് എന്ന് പറയുന്നത്. ഗ്രേവ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള എവിഡൻസസ് നമുക്ക് കിട്ടുന്നത് ഷൗലിനെ കുറിച്ചുള്ള എഴുത്തുകളിൽ നിന്ന്. ഷൗലി എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് ഒരു അവരുടെ ഷൗവിന്റെ ഇതിഹാസങ്ങളുണ്ട്, ഷൗവിനെ കുറിച്ചുള്ള റൈറ്റ്സ്, അതാണ് ഷൗലി എന്ന് പറയുന്നത്. ആ വർക്കിനെയാണ് ഷൗലി എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഗ്രേവ്യാർഡ്സിനെ കുറിച്ചൊക്കെയുള്ള എവിഡൻസസ് കിട്ടുന്നത്. അവരുടെ റോയൽ സെമിത്തേരി അല്ലെങ്കിൽ ബറിയൽ സൈറ്റിനെ ആദ്യം വിളിച്ചിരുന്നത് ഗൊങ്കുമു എന്നാണ്. GONGMU, ഗൊങ്കുമു എന്നാണ് അവരുടെ റോയൽ സെമിത്തേരിനെ, ബറിയൽ സൈറ്റിനെ ആദ്യം വിളിച്ചിരുന്നത്. അത് രാജാക്കന്മാരുടെയും അവരുടെ പിന്തുടർച്ചക്കാരുടെയൊക്കെയാണ്.
പിന്നെ അടുത്തത് പബ്ലിക് സെമിത്തേരിനെ ബങ്മു എന്നാണ് പറയുന്നത്. ബങ്മു, ഗോങ്മു, ബങ്മു, ബങ്മു, BANGME, പബ്ലിക് സെമിത്തേരി ബങ്മു. അതാണ് അവരുടെ ഗ്രേവ്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ അടുത്തൊരു ആർക്കിടെക്ചറൽ വർക്ക്സ് നമുക്ക് കാണാൻ സാധിക്കുക ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് തന്നെയാണ്, ബുദ്ധവിഹാരങ്ങളിലൂടെ തന്നെയാണ്. ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് സ്റ്റോൺസ് കൊണ്ട് ഉണ്ട്, സ്റ്റോൺ കേവ്സ് ഉണ്ട്. ബുദ്ധിസ്റ്റിന് ടെമ്പിൾസ് ഉണ്ട്, സ്റ്റോൺ കേവ്സ് ഉണ്ട്, സ്തൂപാസ് ഉണ്ട്. ബുദ്ധന്മാർക്ക് ബുദ്ധന്റെ പേരിൽ ടെമ്പിൾ പണിയുന്നുണ്ട്, പിന്നെ ബുദ്ധ കേവ്സ്, ബുദ്ധവിഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ കേവ്സ് ഉണ്ട്, പിന്നെ സ്തൂപങ്ങൾ അതൊക്കെ അവർ പണിതിട്ടുണ്ട്. അപ്പൊ ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആൾക്കാർക്ക് വർഷിപ്പ് ചെയ്യാനും ബുദ്ധനെ ആരാധിക്കാനും അതിനോടൊപ്പം തന്നെ ബുദ്ധ സന്യാസിമാർക്ക് മെഡിറ്റേഷൻ നടത്തി ജീവിക്കാനും വേണ്ട സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾസും കേവ്സ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവരുടെ ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവിടത്തെ തന്നെയുള്ള ഇന്ത്യയിലൊക്കെ കാണാൻ സാധിക്കുന്ന ആർക്കിടെക്ചർ സ്റ്റൈൽസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. അതിനോട് സമാന്തരമായിട്ടുള്ള ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. ദെൻ സ്തൂപാസ്, അവർ ഒരുപാട് സ്തൂപാസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, സ്തൂപങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമായിരുന്നു. അതിൽ പലതിലും ബുദ്ധന്റെ സൂത്രങ്ങളും ഒരുപാട് റിലിക്സ് എഴുത്തുകളൊക്കെ അവർ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് സ്കൾപ്ചേഴ്സ് അവർ കൺസ്ട്രക്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ കൊണ്ടുള്ള ഒരുപാട് സ്കൾപ്ചേഴ്സ് അവർക്ക് ഉണ്ടായിരുന്നു. വെയ് ഡൈനാസ്റ്റിയുടെ സമയത്താണ് ഈ സ്റ്റോൺ കൊണ്ടുള്ള സ്കൾപ്ചേഴ്സ് കൂടുതലായിട്ട് പണിയുന്നത്. വെയ് വംശത്തിന്റെ സമയത്താണ്. വെയ് രാജാവായിട്ടുള്ള വെൻഷൻ ബുദ്ധിസത്തോട് വളരെ ഫേവറുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടാണ് ഗ്രേറ്റ് ഫിഗേഴ്സ് ഓഫ് യുൻ കാങ്ങും ദെൻ ടാറ്റൂങ് എന്ന് പറയുന്ന അതാണ് ഈ കേവ് സ്കൾപ്ചറിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. കേവ് സ്കൾപ്ചറിന്റെ ഏതൊക്കെയാണ്? യുൻകാങ്ങും ടാറ്റുങ്ങും. യുൻകാങ് YUNKANG, യുൻകാങ്ങും TATUNG, ടാറ്റുങ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട കേവ് സ്കൾപ്ചേഴ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സ്കൾപ്ചേഴ്സിലുള്ള ബുദ്ധിസ്റ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ബുദ്ധൻ ക്രോസ് ലെഗ്ഡ് ആയിട്ട് ഒരു കാലിന്റെ മീത് മറ്റൊരു കാല് കയറ്റി വെച്ചിട്ടിരിക്കുന്ന രീതിയിലുള്ള സ്കൾപ്ചേഴ്സ് ആണ് കാണാൻ സാധിക്കുക. ക്രോസ് ലെഗ്ഡ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ആണ് വെയ് ഡൈനാസ്റ്റിയുടെ സമയത്ത് പണിതിട്ടുള്ള സ്കൾപ്ചേഴ്സിൽ കാണാൻ സാധിക്കുക. ഇനി ഈ സമയത്തുള്ള ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സിനെ അറിയപ്പെടുന്നത് ക്രോട്ടോസ് ഓഫ് 1000 ബുദ്ധാസ് എന്നാണ്. എന്താണ്? ക്രോട്ടോസ് ഓഫ് ദി 1000 ബുദ്ധാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് കാലഘട്ടത്തിലെ സ്കൾപ്ചേഴ്സിനെ അറിയപ്പെട്ടിരുന്നത്. ഇനി ചൈനയുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്ചർ വർക്ക് എന്ന് പറഞ്ഞാൽ അതേതാണ്? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, വൻമതിൽ, ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന നിർമ്മിച്ചിട്ടുള്ള വൻമതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചൈനയുടെ ഒരു ആർക്കിടെക്ചറൽ വർക്കാണ് അതെന്ന് പറഞ്ഞ്. ചൈനീസ് ആർക്കിടെക്ചറിനെ ലോകത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്കാണ് ദ ഗ്രേറ്റ് വാൾ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അവർ നിർമ്മിക്കുന്നത് ചൈന എന്ന് പറയുന്ന അന്നത്തെ പ്രദേശത്തിന്, ഏൻഷ്യൻ ചൈനയെ പുറത്തു നിന്നുള്ള അറ്റാക്കിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പണിതിട്ടുള്ളതാണ് ഈ ഗ്രേറ്റ് വാൾ എന്ന് പറയുന്നത്. പുറത്തു നിന്നുള്ള ബാർബേറിയൻസ് മംഗോളിയൻസിന്റെ ഒക്കെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചൈനയുടെ കാർഷിക രംഗവും മറ്റ് ചൈന ജീവിതം തന്നെ രക്ഷിക്കാൻ വേണ്ടി, എക്കോണമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പേടിച്ചിട്ട് പണിതൊരു സംഭവമാണ് വൻമതിൽ എന്ന് പറയുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് എംപറർ ആയിട്ടുള്ള ഷീ ഹുവാങ്ഡി കിൻ ഡൈനാസിറ്റി, കിൻ വംശത്തിലെ ഷീ ഹുവാദിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. 214 BC-യിലാണ് അതിന്റെ വർക്ക് തുടങ്ങുന്നത്. ആൾക്കാരെ നിർബന്ധിച്ചും അല്ലാതെയൊക്കെ തന്നെയാണ് ഇതിലേക്ക് പണിയെടുപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. വൻമതിൽ പണിയാൻ വേണ്ടിയിട്ട് വളരെ നിർബന്ധിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പണിയുടെ ഇടയ്ക്ക് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത്, ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 10,000 മീത് 10,000 മീത് ആളുകൾ ഈ പണിക്ക് വേണ്ടിയിട്ട്, ഈ മതിലിന്റെ പണിക്ക് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ട ആൾ ജോലി ചെയ്തിരുന്നു എന്നാണ് സത്യാവസ്ഥ. അപ്പോൾ അത്രയും ഇതാണ് അത്. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടി നിന്ന് പണിയുന്ന
ആദ്യത്തെ വർക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയധികം ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പണി ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വർക്ക് വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ മതിൽ പണിയാൻ വേണ്ടിയിട്ട് സ്റ്റോൺ, കല്ലാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ബ്രിക്സ് ഉപയോഗിച്ചതായിട്ട് തെളിയുമില്ല. ബ്രിക്സ് ഉപയോഗിച്ചിട്ടില്ല അവർ. സ്റ്റോൺ, കല്ല് തന്നെയാണ് അവർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ജനങ്ങൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഫിഗർ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആർക്കിടെക്ചർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ചൈനയുടെ വൻമതിലാണ്. അപ്പോൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയുന്നത് ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചറൽ വർക്കാണ് ഈ കാലഘട്ടത്തിൽ. ഇനി വേറൊന്നാണ് ദ ഗ്രാൻഡ് കനാൽ എന്ന് പറയുന്നത്. ഗ്രാൻഡ് കനാൽ എന്ന് പറയുന്നത് സ്യൂ എംപറർ ആയിട്ടുള്ള യാങ്ഡി ആണ് ഈ ഗ്രാൻഡ് കനാലിന് പെർമിഷൻ നൽകുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഗ്രാൻഡ് കനാൽ പണിയുന്നതും. ഇതെന്ന് പറഞ്ഞാൽ ചൈനയുടെ രണ്ടറ്റങ്ങളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് കനാൽ വരുന്നത്. ടാക്സുകളും അതുപോലെ ഗ്രെയിൻസ്, സോൾജേഴ്സ് ഇവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാൻഡ് കനാൽ വരുന്നത്. ആൻസെ റിവറിനെയും ബീജിങ്ങിനെയും തമ്മിലാണ് ഇത് ചേർക്കുന്നത്. സദേൺ ഭാഗത്തുള്ള ആങ്സെ റിവറും നോർത്തേൺ ഭാഗത്തുള്ള ബീജിങ്ങിനെയും കൂടെ ചേർക്കുന്നതാണ് ഈ ഗ്രാൻഡ് കനാൽ എന്ന് പറയുന്നത്. 1500 മൈൽസ് ആണ് ഇതിന്റെ ദൂരം എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഈ ഒരു ഗ്രാൻഡ് കനാല് യെല്ലോ റിവറിനെയും ആങ്സി റിവറിനെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നു, ലിങ്ക് ചെയ്യിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റൈസ്, മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവുകയാണ് ഇത് ഗ്രാൻഡ് കനാലിലൂടെ നടന്നത്. ഈ ഗ്രാൻഡ് കനാലിന്, ഗ്രേറ്റ് ഗ്രാൻഡ് കനാലിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ വേ, എന്താ പറയുക, വെള്ളത്തിലൂടെയുള്ള ഏറ്റവും വലിയ ജലപാതയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജലപാതയാണ് ദ ഗ്രാൻഡ് കനാൽ എന്ന് പറയുന്നത്. ഇതിന്റെ പഴയ ഇതിനെ അറിയപ്പെട്ടിരുന്നത് സദേൺ ഗ്രാൻഡ് കനാൽ എന്നാണ്. അതൊരു 600 BC-യിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഗ്രാൻഡ് കനാലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ചൈനയുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചൈനയുടെ ആർട്ടും ആർക്കിടെക്ചറും ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ചൈനീസ് പോട്ടറി ആണ്. ചൈനയുടെ പോട്ടറി മേക്കിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. ചൈനീസ് പോട്ടറിയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ പ്രാചീനമായി നിലനിൽക്കുന്ന ഒരു ആർട്ട് വർക്കാണ് പോട്ടറി മേക്കിംഗ് എന്ന് പറയുന്നത്. ഈ പോട്ടറി മേക്കിങ്ങിൽ ടെറാക്കോട്ട പോട്ടറീസ്, ഈ പോട്ടറിയുടെ മീതുള്ള പെയിന്റിങ്സ്, ഒരുപാട് ആനിമൽസിന്റെയും മറ്റ് ഫിഗേഴ്സും ഒക്കെ അവർ പോട്ടറിയുടെ മീത് ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട്. ചിലപ്പോൾ റെക്ടാങ്കിള്, സ്ക്വയർ, അങ്ങനെ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെടുന്ന ഫിഗേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബേർഡ്സ്, ആനിമൽസ്, ഹ്യൂമൻ ഫിഗേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ പോട്ടറി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ട് വർക്കിൽ ഏൻഷ്യന്റ് കാലഘട്ടത്തിൽ ആർട്ട് വർക്കിന്റെ ഒരു മേജർ സെന്റർ തന്നെയായിരുന്നു പോട്ടറി മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ പോട്ടറി മേക്കിങ്ങിന് വേണ്ടി ചൈനീസ് ഒരു പോട്ടേഴ്സ് വീല് ഡെവലപ്പ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പോട്ടേഴ്സ് വീല്. ദെൻ പോട്ടറിയുടെ മ്യൂസിക്കിനെ കുറിച്ച് മ്യൂസിക് എന്ന് പറയുമ്പോൾ ചൈനയിൽ മ്യൂസിക്കിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷെ ചൈനയുടെ മ്യൂസിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല വർക്കുകളായിക്കോട്ടെ അല്ലാതെ മിസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനാണ് ഉള്ളത്. ചൗ വംശത്തിന്റെ സമയത്താണ് ആർട്ടും മ്യൂസിക്കും അതിന്റെ ഫ്ലറിഷ് ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതാണ്. ചൈനയുടെ മ്യൂസിക്കിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ദ ബുക്ക് ഓഫ് പോയട്രി, ഷിജിങ് എന്നറിയപ്പെടുന്ന ബുക്ക് ഓഫ് പോയട്രി. അതിലൊരുപാട് കോട്ട് പോയറ്റ്സ്, രാജകവിതകളൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ അത് പലതും മിസ്സായി പോയിട്ടുണ്ട്. ഇനി മ്യൂസിക്കിൽ റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂസിക്സ് ഉണ്ട്. അതുപോലെ മന്ത്രങ്ങൾ ഉണ്ടാവുമല്ലോ, റിലീജിയനായിട്ട് ബന്ധപ്പെട്ട മന്ത്രങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മ്യൂസിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സോഷ്യൽ ക്ലാസ്സിൻ്റെയും മ്യൂസിക്കൽ രീതിയൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. സിംഗിങ്, ഡാൻസിങ് ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു ജനത തന്നെയായിരുന്നു ചൈന എന്ന് പറയുന്നത്. ചൗ വംശത്തിൻ്റെ സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാണ് മർക്യൂസ് ഇ സിംഗിൻ്റെ മർക്യൂസ് MARQUIS മർക്യൂസ് ZENG 433 BC-യിലാണ്. അദ്ദേഹത്തിന്റെ ടോംബിൽ നിന്ന് ഒരുപാട് മ്യൂസിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവിഡൻസസ് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കല്ലറയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എവിഡൻസസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ
ഹ്യൂബൈ പ്രൊവിൻസിലാണ് ഈ ടോംബ് കണ്ടെത്തിയത്. HUBEI ഹ്യൂബൈ പ്രൊവിൻസിലാണ് ഈ ചൗ വംശത്തിൽപ്പെടുന്ന മാർക്യൂസ് ഈഷെങ്ങിന്റെ ടോംബ് കണ്ടെത്തുന്നത്. അപ്പൊ അതാണ് മ്യൂസിക്കിനെ കുറിച്ചുള്ള എവിഡൻസസ് വളരെ കുറച്ചാണെങ്കിലും അവിടെ മ്യൂസിക് നിലനിന്നിരുന്നു എന്ന് പറയാൻ പാകത്തിനുള്ള എവിഡൻസസ് ലഭിക്കുന്നുണ്ട്. അതാണ് ചൈനയുടെ മ്യൂസിക്കിനാണ്. ഇനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അവരുടെ പ്രധാനപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് സിത്താർ, സ്റ്റോൺ ചിംസ്, പാൻ പൈപ്സ് എന്നൊക്കെ പറയുന്നത്. സിത്താർ നമ്മൾ പിന്നെയും കേട്ടിട്ടുണ്ട്, സ്ട്രിങ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, സ്ട്രിങ് ഉപയോഗിച്ച് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. പാൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ബാംബൂസ് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള, ബാംബു കൊണ്ട് ഉണ്ടാക്കുന്ന, മുള കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പൈപ്പാണ്. അതും ഒരു വിൻഡ്, കാറ്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശബ്ദം വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സത്യം പറഞ്ഞാൽ പാൻ പൈപ്പ് എന്താണെന്നോ സ്റ്റോൺ ചിംസ് എന്താണെന്നോ കൃത്യമായിട്ട് അറിയില്ല, അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു തന്നെയുള്ളൂ, എനിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും അതിനെക്കുറിച്ച് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കും, നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ അവിടെ പ്രധാനപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ദെൻ ഇനി അടുത്തത് ചൈനയുടെ സയൻസ് ആൻഡ് ടെക്നോളജി. ചൈനയുടെ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ പലതും പഠിക്കുമ്പോൾ വെസ്റ്റേൺ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ യൂറോപ്പിനായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പല ഇൻവെൻഷൻസും പല കണ്ടുപിടുത്തങ്ങളും പഠിക്കുന്നത്. നമുക്കറിയാം, പ്രിന്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചതൊക്കെ എല്ലാതും ഒക്കെ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ആദ്യത്തെ വേർഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ചൈനയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ സൊസൈറ്റിയിൽ നിന്നാണ് വന്നു പോയിട്ടുള്ളത്. അപ്പം ചൈനയിൽ നിന്ന് ഒരുപാട് സയൻസുമായി ബന്ധപ്പെടുന്ന ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് ചൈന നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം പറയുമ്പോൾ കോൺസ്റ്റലേഷൻ, സ്റ്റാർസ്, ഗാലക്സി തുടങ്ങിയവനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചൈനയുടെ ഒരു ടെക്നോളജി കണ്ടുപിടുത്തമായിരുന്നു പേപ്പറും പ്രിന്റിങ്ങും എന്ന് പറയുന്നത്. അതൊന്നും ഇപ്പോൾ ചൈനയുടെ പേരിൽ അറിയപ്പെടുന്നതല്ല. ഇൻവെൻഷൻ ഓഫ് പേപ്പർ ആൻഡ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് ചൈനയുടെ പേരിലല്ല. പേപ്പർ ഇപ്പോഴും ചൈനയുടെ പേരാണ്, പ്രിന്റിംഗ് ഒക്കെ യൂറോപ്പുകാരുടെ പേരിൽ അറിയപ്പെടുന്നതാണ്. പക്ഷെ പേപ്പർ ആൻഡ് പ്രിന്റിങ്ങിന്റെ തുടക്കം എന്ന് പറയുന്നത് ചൈനയിൽ നിന്നായിരുന്നു. ചൈനയിൽ പേപ്പറിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് സിൽക്കിലാണ് അവർ പേപ്പർ രൂപേണ എഴുതി തുടങ്ങുന്നത്. സിൽക്ക് റാക്സിലാണ് അവർ ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്നത്. അതിനുശേഷം വുഡൻ, ബാംബു, ഹെമ്പ്, മൾബറി തുടങ്ങിയവയിലൊക്കെ അവർ ഈ എഴുത്ത് എന്ന് പറയുന്ന സംഭവം കൊണ്ടു തുടങ്ങി. ഇനി പേപ്പർ മേക്കിംഗ് ചൈനയിൽ വരുന്നത് കെ ലൂൻ എന്ന് പറഞ്ഞ ആളാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. പേപ്പർ മേക്കിംഗ് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് കെയ്ലൂൻ, CAILUN, സെയ്ലൂൺ അല്ലെങ്കിൽ കെയ്ലൂൺ, അങ്ങനെ സെയ്ലൂൺ എന്നായിരിക്കും അധികം പ്രൊനൗൺസ് ചെയ്ത് തോന്നുന്നുണ്ട്. സെയ്ലൂൺ ആണ് അത് കണ്ടുപിടിക്കുന്നത്. 105 BC, 105 AC-യിലാണ് അത് കണ്ടുപിടിക്കുന്നത്. ഹോ ടി എന്ന് പറയുന്ന എംപറർക്ക് ഈ കെയ്ലൂൻ അത് ഗിഫ്റ്റായിട്ട് നൽകുകയാണ്. സെയ്ലൂൺ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞല്ലോ പേപ്പർ മേക്കിംഗ്. ഈ സെയ്ലൂൻ അന്നുണ്ടായിരുന്ന എംപറർ ആയിട്ടുള്ള ഹോട്ടിക്ക് ഈ പേപ്പർ ഗിഫ്റ്റായിട്ട് നൽകിക്കൊണ്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി പ്രിന്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയും ഇവർ ഈ കാലഘട്ടത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. പേപ്പറിൽ ഇവർ പല സിമ്പിൾസും പ്രിന്റ് ചെയ്തിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഇങ്ക് ഉപയോഗിച്ചിരുന്നു. വുഡില്, അതുപോലെ തന്നെ പേപ്പറിൽ, സിൽക്കിലൊക്കെ ഈ പ്രിന്റിങ് ബ്ലോക്ക് ആയിട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഇവർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊന്നാണ് വെതർ കുക്ക് എന്ന് പറയുന്നത്. അപ്പൊ പേപ്പർ ആൻഡ് പ്രിന്റിങ് അവരുടെ ടെക്നോളജി ആയിരുന്നു. മറ്റേതാണ് വെതർ കോക്ക് എന്ന് പറയുന്നത്. വെതർ കോക്ക് എന്ന് പറയുന്നത്. വെതർ കോക്ക് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് അവർ കണ്ടുപിടിച്ചത് ഭൂചലനം രേഖപ്പെടുത്താനും ഭൂചലനത്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ലഭിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് വഴി ഭൂചലനം ഉണ്ടാവാൻ പോവുകയാണ് മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. 130 AC-യിൽ ഷാങ് ഹെങ് ആണ് ഇത് ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. ZHANGHENG ഷാങ് ഹെങ് ആണ് 130 CE AC-യിൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ്, വെതർ കോക്ക് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം അന്ന് അസ്ട്രോളജിയുടെ ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹാൻ വംശത്തിലെ രാജസദസ്സിൽ ഈ അസ്ട്രോളജിയുടെ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഈ ഇൻസ്ട്രുമെന്റ് മുഖാന്തരം ഭൂചലനം ഉണ്ടാകാൻ പോവുകയാണെങ്കിൽ മുന്നറിയിപ്പ് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അടുത്തതാണ് മാഗ്നറ്റിക് കോമ്പസ് അഥവാ വടക്കുനോക്കി യന്ത്രം. വടക്കുനോക്കി യന്ത്രം ആദ്യകാലങ്ങളിൽ ഇവരാണത് കണ്ടുപിടിക്കുന്നത്. ചൈനീസാണ് ഈ കാലഘട്ടത്തിലാണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഈ വടക്കുനോക്കി യന്ത്രം അന്ന് അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് വീടുകളുടെ നിർമ്മാണത്തിനായിട്ട് ദിശ അറിയാൻ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ വീടുകൾ
നല്ല ദിശയിലേക്ക് പണിയുക എന്ന അർത്ഥത്തിലാണ് അവരത് ഉപയോഗിച്ചിരുന്നത്. ലേറ്റർ അത് നാവിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, യാത്രകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ കോമ്പസ് ഉപയോഗിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ഒരു ഇതാണ് സ്റ്റേൺ പോസ്റ്റ് റഡർ എന്ന് പറയുന്നത്. സ്റ്റേൺ പോസ്റ്റ് റഡർ എന്ന് പറയുന്നത് ഈ വെസൽസിന്റെ ഒക്കെ സ്റ്റിയറിംഗ് ആണ് പറയുന്നത്. സ്റ്റിയറിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സ്റ്റിയറിംഗ് ഓഫ് ലാർജ് വെസൽസ് ആണ് സ്റ്റേൺ പോസ്റ്റ് റഡർ എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് ആണ് വലിയ വെസൽസിന്റെ ഒക്കെ സ്റ്റിയറിംഗ്. അത് കണ്ടുപിടിക്കുന്നത് 205 BCE ടു 220 ACE കാലഘട്ടത്തിനുള്ളിലാണ്. അടുത്തത് അവരുടെ മെഡിസിൻ ആണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. സയൻസ് എന്ന് പറയുമ്പോൾ മെഡിസിൻ എന്ന് പറയുമ്പോൾ അവര് നമ്മൾ എല്ലായിടത്തും ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ ചെടികളാണ് പ്രധാനമായിട്ടും. ഹെബ്സിലൂടെയാണ് അവർ മെഡിസിൻസ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ചൈനീസ് ജനതയ്ക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടായിരുന്നു. ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരുന്നു. ആ ഡയറ്റിലൂടെ അവർ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇനി ചൈനയ്ക്ക് ഒരു വാസ്റ്റ് എൻസൈക്ലോപീഡിയ ഉണ്ട് ഈ മെഡിസിൻസിനെ കുറിച്ച്, ഡിസീസസിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഇതൊക്കെ പറയുന്ന ഒരു വലിയൊരു എൻസൈക്ലോപീഡിക് ആയിട്ടുള്ള വിവരം അറിയുന്ന പുസ്തകം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുവഴിയാണ് അവർ പലതും അറിഞ്ഞിരുന്നത്. ദെൻ ചൈനയുടെ വിശ്വാസപ്രകാരം, അവിടുത്തെ മെഡിക്കൽ വിശ്വാസപ്രകാരം, പ്രാചീന കാലത്തെയാണ് പറയുന്നത്, മെഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ വൈദ്യന്മാരുടെ വിശ്വാസപ്രകാരം മനുഷ്യ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് 5 എലമെന്റ്സിലൂടെയാണ്. 5 എലമെന്റ്സ്, 5 എലമെന്റ്സ് ഉണ്ട്. ഫയർ, വാട്ടർ, മെറ്റൽ, വുഡ് ആൻഡ് എർത്ത്. തീയുണ്ട്, അഗ്നി, ജലം, മെറ്റൽ എന്താ പറയാ, കിട്ടുന്നില്ല, മെറ്റൽ, പിന്നെ വുഡ് തടി, ദെൻ എർത്ത് ഭൂമി. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുക എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഈ എലമെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് ശരീരത്തിൽ അടങ്ങിയെങ്കിൽ മാത്രമേ ഒരു ഹെൽത്തി ബോഡി ഉണ്ടാവുള്ളൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ദെൻ ഈ ഹെർബ്സ്, എന്താ പറയുക, മെഡിസിനൽ ഹെർബ്സ് ഉണ്ടല്ലോ, ഔഷധ ചെടികൾ. ഈ ഔഷധ ചെടികൾ അവര് എന്താ പറയുക, മെഡിസിൻ ആയിട്ട് അരച്ച് കലക്കി കുടിക്കാന്ന് മാത്രമല്ല, അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണത്തിലും ഈ മെഡിസിനൽ ഹെർബ്സിന്റെ ഇത് ഉപയോഗിച്ചിരുന്നു. തിളപ്പിച്ച് കുടിക്കുക, അത് നിത്യേനയുള്ള ജീവിതത്തിൽ അവർ ഈ മെഡിസിനൽ ഹെർബ്സ് പല രീതിയിലും ഫുഡായിട്ട് എടുത്തിരുന്നു. അത് അവരുടെ ഒരു രീതിയായിരുന്നു. അതാണ് അവിടുത്തെ മെഡിസിൻ എന്ന് പറയുന്ന സയൻസ്. ദെൻ അഗ്രികൾച്ചർ ടെക്നോളജിനെ കുറിച്ച് പറയുമ്പോൾ, കാർഷിക രംഗത്തുള്ള ടെക്നോളജി എന്ന് പറയുമ്പോൾ അവര് കലപ്പ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ കാള വലിച്ചുകൊണ്ട് പോകുന്ന കലപ്പകൾ ഉണ്ടല്ലോ, അത് അവർ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അയൺ ടെക്നോളജി, മെറ്റലർജി എന്ന് പറയുന്ന ടെക്നോളജി അവർക്ക് അറിയായിരുന്നു. അപ്പോൾ ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി അവർ 300 BCE കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയുധങ്ങളെല്ലാം അവർ കാർഷിക രംഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു, അവർ ഉണ്ടാക്കി എടുത്തിരുന്നു. അതാണ് ഉള്ളത്. ദെൻ മിലിറ്ററി ടെക്നോളജി, മിലിറ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഗൺ പൗഡർ നിർമ്മിച്ചിരുന്നു. ചൈന ഇൻവെന്റഡ് അല്ലെങ്കിൽ ചൈന യൂസ്ഡ് ഗൺ പൗഡർ ഇൻ 8th century ACE, 8ാം നൂറ്റാണ്ട് ACEയിൽ തന്നെ ഗൺ പൗഡർ ഇവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഫയർ വർക്സിന്, അതുപോലെ വെപ്പൺസിന്, ആയുധങ്ങൾക്ക് തീ ഉണ്ടാക്കാനൊക്കെ ഗൺ പൗഡർ ഇവർ ഉപയോഗിച്ചിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ചൈനയുടെ വാള് എന്ന് പറഞ്ഞാൽ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, ബ്രോൺസ് മെയ്ഡ് ആയിട്ടുള്ള ചൈനയുടെ വാളുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ മിലിറ്ററി ടെക്നോളജി എന്ന് പറയുമ്പോൾ. ടെക്നോളജിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് മേന്മയായിട്ട് ഉണ്ടായിരുന്നത്. ദെൻ ചൈനയുടെ ഏൻഷ്യന്റ് ചൈനയുടെ ട്രേഡ് എന്തായിരുന്നു വെച്ചാൽ, ട്രേഡിനെ കുറിച്ച് പറയുമ്പോൾ ചൈനനെ നമ്മൾ അറിയപ്പെടുന്നത് ചൈന ടു യൂറോപ്പ് ഒരു സിൽക്ക് പാത, സിൽക്ക് റൂട്ട് എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ ട്രേഡിങ്ങിന് സിൽക്ക് റൂട്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ട്രേഡില് സിൽക്ക് എന്ന് പറയുന്ന ആ ഒരു വസ്തു, ട്രേഡ് ചൈന അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ട്രേഡിനെ കുറിച്ച് നമ്മൾ ആദ്യം ആലോചിച്ചാൽ മതി. ചൈന എന്ന് പറയുമ്പോൾ ട്രേഡിന്റെ കാര്യത്തിൽ പണ്ട് കാലത്ത് സിൽക്ക് അവരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡിങ് മെറ്റീരിയൽ ആയിരുന്നു സിൽക്ക് എന്ന് പറയുന്നത്. സിൽക്ക് ട്രേഡ് റൂട്ടും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിൽക്കിന് എവിടെയൊക്കെ ഡിമാൻഡ് ഉണ്ട്? ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ചൈനയ്ക്ക് അങ്ങേയറ്റത്ത് കിടക്കുന്ന യൂറോപ്പിൽ സിൽക്കിന് അത്രയും മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഈ സിൽക്ക് ട്രേഡ് ചൈന റോമുമായിട്ടുള്ള ബന്ധം വരെ ഉണ്ട്. ഇതിന്റെ ഒരു മീഡിയേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു റീജിയൻ ആണ് ഇന്ത്യ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള മാക്രൻ കോസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള റീജിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ചൈനയുടെ പ്രധാനപ്പെട്ട ട്രേഡ് എന്ന് പറഞ്ഞാൽ സിൽക്കുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുക. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ യുവാൻ വംശത്തിന്റെ ഡൈനാസ്റ്റിയുടെ സമയത്താണ് ചൈനയുടെ ഈ ഒരു ട്രേഡ് ഡെവലപ്പ് ചെയ്ത് കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പണ്ട് കാലം മുതൽക്കേ ചൈന ട്രേഡിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു.
മെർച്ചൻസിന് വളരെ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഭരണാധികാരികളുടെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ചൈനയിൽ അന്നുണ്ടായിരുന്നില്ല. ഫ്രീ ടു ട്രേഡ് ആയിരുന്നു മെർച്ചൻസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് മെർച്ചൻസിന്റെ കയ്യിലായിരുന്നു. ട്രേഡ് എന്ന് പറയുന്ന സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് മെർച്ചൻസിന്റെ കയ്യിലായിരുന്നു. ഇനി ഈ സീരീസ് ഓഫ് ട്രേഡ് റൂട്ട്സ് ഉണ്ടായിരുന്നു. സിൽക്ക് റൂട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ചൈനയുടെ ഒരു പ്രധാന പ്രത്യേകത ലക്ഷൂറിയസ് ഐറ്റംസ് ആയിരുന്നു അവർ ഇമ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തിരുന്നു, അവർ ഉപയോഗിച്ചിരുന്നത്. ലക്ഷൂറിയസ് ആയിട്ട് ഒരു ലക്ഷൂറിയസ് ജീവിതമായിരുന്നു അന്നും ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. അവർ എക്സ്പോർട്ട് ചെയ്തിരുന്ന, അവർ കയറ്റി അയച്ചിരുന്ന പ്രധാനപ്പെട്ട ലക്ഷറി ഗുഡ്സ് ആണ് സിൽക്ക്, സ്പൈസസ്, ടീ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂടുതൽ വില ലഭിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ലക്ഷറി ആയിട്ട് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇവർ എക്സ്പോർട്ട് ചെയ്തിരുന്നത്. അതിനോടൊപ്പം തന്നെ അവർ ഇമ്പോർട്ട് ചെയ്തിട്ടായാലും അല്ലാതെയും ക്യാരി ചെയ്തിരുന്നതും ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചൊക്കെ എക്സ്പെൻസീവ് ആയിട്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഷാങ് എംപയറിന്റെ കാലത്താണ് ചൈന ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ സിൽക്ക് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ചൈനേനെ ഷാങ് എംപയറിന്റെ കാലം മുതൽക്ക്, ഷാങ് വംശത്തിന്റെ കാലം മുതൽക്ക് സിൽക്കിന്റെ നാട്, എന്താ പറയുക, ലാൻഡ് ഓഫ് സിൽക്ക്, സിൽക്കിന്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. പട്ടിന്റെ നാട്, സിൽക്കിന്റെ നാട് എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നെ അവര് ഈ ചൈനീസ് അന്ന് കോയിൻസ്, സിൽവർ കോയിൻസ് ഉപയോഗിച്ചിരുന്നു. ഈ സിൽവർ കോയിൻസ് വ്യാപാരത്തിനായിട്ട് അവർ ഉപയോഗിക്കുമ്പോൾ കത്തി, അങ്ങനത്തെ കുറെ സാധനങ്ങളുടെ ആകൃതിയിലാക്കിയിട്ടാണ് ഈ സിൽവർ കോയിൻസ് ചൈനീസ് അന്ന് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്, ട്രേഡിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബ്രോൺസ് കോയിൻസും അവർ ഉപയോഗിച്ചിരുന്നു. ചൈനീസ് ബ്രോൺസ് കോയിൻസും ഉപയോഗിച്ചിരുന്നു. ഇനി ചൈനയുടെ ഒരു ചിലപ്പോൾ കെട്ടുകഥയായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും ഉള്ളതായിരിക്കാം. ഹുവാങ്ഡി എന്ന് പറയുന്ന എംപറർ, ഹുവാങ്ഡി എന്ന് പറയുന്ന റൂളറിന്റെ ഭാര്യ സിൽക്ക് വീവിങ് തുന്നുന്ന ഒരാളായിരുന്നെന്നും അങ്ങനെ മെത്തേഡ് ഓഫ് വീവിങ് സിൽക്ക് അവരാണ് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നൊരു ഹിസ്റ്ററി ഉണ്ട്. മേ ബി ഹിസ്റ്ററി സത്യമായിരിക്കാം, അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഹുവാങ്ഡി എന്ന് പറയുന്ന എംപററിന്റെ, രാജാവിന്റെ ഭാര്യ സിൽക്ക് തുന്നിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്ക് കൊണ്ടുള്ള തുന്നൽ ഉണ്ടായിരുന്നെന്നും അങ്ങനെ വീവിങ് സിൽക്ക് എന്ന് പറയുന്നത് അവരാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. 2700 BC, 2700 BC-യിലൊക്കെ ഈ ചൈനീസ് എംപറേഴ്സ് സിൽക്ക് ട്രേഡിൽ, പേർഷ്യയിലേക്കൊക്കെയുള്ള സിൽക്ക് ട്രേഡിൽ വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം പേർഷ്യയിലേക്ക് തന്നെയായിരിക്കും സിൽക്ക് ട്രേഡ് ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെയാണ് പേർഷ്യ മുഖാന്തരമാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇവർ ട്രേഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏൻഷ്യൻ ചൈനയുടെ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചൈനീസ് സിവിലൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിൽ ചൈനയുടെ ലെഗസി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മേജർ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻവെൻഷൻസ് അടക്കം ഒരുപാട് കാര്യങ്ങൾ ചൈനീസ് സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ഈ സൊസൈറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ പൊതുവെയുള്ള സൊസൈറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. സിൽക്ക് റോഡ് തുടങ്ങിയ ഒരുപാട് ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വെസ്റ്റേൺ സൊസൈറ്റീസിന് പലതും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ ഒരു ചൈനീസിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വെസ്റ്റേൺ സൊസൈറ്റീസ് പിന്നീട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള പല സയൻസ് ആൻഡ് ടെക്നോളജിയും ആർട്ട് വർക്കും ഒക്കെ ചൈന മുഖാന്തരമുള്ളതായിരുന്നു നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ഇന്നത്തെ ഫോളോ ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ സിസ്റ്റം എല്ലാം ചൈന അന്ന് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫീസേഴ്സിനൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർ എക്സാമിനേഷൻ നടത്തിയിരുന്നതായിട്ടെല്ലാം അറിവ് ലഭിക്കുന്നുണ്ട്. അപ്പം ചൈനയുടെ ഈ ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ ലോകത്തിന് തന്നെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. അതാണ് ചൈനീസ് സിവിലൈസേഷന്റെ പ്രത്യേകതയും ഇമ്പോർട്ടൻസും എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ചൈനീസ് സിവിലൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചൈനീസ് സിവിലൈസേഷന്റെ വിവിധങ്ങളായിട്ടുള്ള വംശങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ചൈനീസ് സിവിലൈസേഷന്റെ റിലീജിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. വിവിധങ്ങളായിട്ടുള്ള ഫിലോസഫീസ്, റൈറ്റിങ്സ്, ലിറ്ററേച്ചർ, ഇത് കാര്യങ്ങൾ, പിന്നെ ചൈനയുടെ സയൻസ് ആൻഡ് ടെക്നോളജി, ആർട്ട്, ആർക്കിടെക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ. താങ്ക്